ഹായ്, ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് മറ്റൊരു ടോപ്പിക്കുമായി വന്നിട്ടുള്ള നമ്മുടെ ഇടയിൽ ചിത്രം വരയ്ക്കാൻ അറിയുന്ന ആളുകളുണ്ട്. പക്ഷേ അവരിപ്പോൾ ചിത്രം വരയ്ക്കുന്നില്ല. കാരണം എന്താ? ചിന്തിച്ചല്ലോ നിങ്ങൾ? ഒരുപക്ഷെ നിങ്ങൾ പോലും ചിലപ്പോൾ ചിത്രം വരയ്ക്കുന്ന ആളായിരിക്കാം. പക്ഷേ നിങ്ങൾക്ക് ചിത്രം വരയ്ക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങൾ തയ്യാറാവുന്നില്ല. അതിന് കാരണം ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. മെയിനായിട്ടുള്ള കാര്യം, അവർക്ക് ഡ്രോയിങ് അവരെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായി കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹങ്ങൾ ഉള്ള ആളായിരിക്കുക. പക്ഷെ ജീവിതത്തിൻ്റെ സാഹചര്യം കൊണ്ട് അവർ മറ്റൊരു ജോലി തിരഞ്ഞെടുത്തായിരിക്കാം. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അപ്പം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും? അവരവരുടെ ജോലി തിരക്കിൻ്റെ ഇടയിൽ ചിത്രം വരയ്ക്കാൻ അവരുടേതായ ഒരു കഴിവ് അതിപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സമയം കിട്ടാറില്ല. അതാണ് ഒന്നാമത്തെ വിഷയം. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? പലപ്പോഴും പല ആളുകളും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ജീവിതത്തിൽ ചില ഘട്ടങ്ങൾ എത്തുമ്പോൾ ചിത്രം വരയെ മാറ്റി നിർത്തിക്കൊണ്ട് അവരുടേതായ ജോലിയിൽ മുഴുകി മുന്നോട്ട് പോകുന്നൊരവസ്ഥയാണുള്ളത്. പലപ്പോഴും അവർക്ക് ഒരു വർക്ക് ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്, പക്ഷെ കഴിയാറില്ല. അവിടെ വരുന്നൊരു വിഷയം, സ്ഥിരമായിട്ടൊരു വർക്ക് എന്തെങ്കിലും ഒരു വിഷയം നമ്മൾ കൈകാര്യം ചെയ്ത് പോകുന്ന സമയത്ത് അതിനകത്ത് നമുക്ക് നല്ലൊരു നോളജ് ഉണ്ടായിരിക്കും. ശരിയല്ലേ? അപ്പോൾ ഒരുപാട് വർക്കുകൾ ചെയ്യുന്ന ഒരാൾ കുറേ കാലം വർക്ക് ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ അവർക്ക് ചെയ്യുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. ഞാൻ ചെയ്ത ആ ഒരു ഭാഗം ശരിയാവുമോ? ഞാൻ പറയുന്നത് പ്രൊഫഷണലായിട്ട് പഠിച്ച ആളുകളെയാണ് ഈ പറയുന്നത്. അല്ലാത്ത ആളുകളുണ്ട് കേട്ടോ. പ്രൊഫഷണലായിട്ട് പഠിച്ച ആളുകളടക്കം വർക്കുകൾ സ്വന്തമായിട്ടൊരു ക്രിയേറ്റിവിറ്റി ചെയ്യാൻ കഴിയാത്ത സാഹചര്യം എന്ന് വെച്ചാൽ കഴിയില്ല, അതിന് മെനക്കെടാറില്ല എന്നുള്ളതാണ് സത്യം. അതിനൊരു പോംവഴിയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് വരയ്ക്കാൻ താല്പര്യമുള്ള ആളും പ്രൊഫഷണലായിട്ട് പഠിച്ച ആളുകളും മറ്റൊരു ജീവിതമാർഗം തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഈ പഠിച്ച കാര്യങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ഇപ്പോഴുള്ള ജോലിയുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്സാണ് ഞാൻ പറയുന്നത്. നിങ്ങളെ ജോലി ചെയ്യുന്നതോടൊപ്പം എവിടെയെങ്കിലും ഒരു സമയത്ത് നിങ്ങൾക്ക് 24 മണിക്കൂറുള്ള ഏതെങ്കിലും ഒരു 5 മിനിറ്റ് സമയം എന്തായാലും നിങ്ങൾക്ക് ഒഴിവ് കിട്ടുന്ന സമയം കിട്ടുമല്ലോ. ആ സമയം മാത്രം മതി. എപ്പോഴും നിങ്ങളുടെ കയ്യിൽ ഒരു ചെറിയ ബുക്ക് കയ്യിൽ കരുതുക. ബുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലുതൊന്നും വേണമെന്ന് നമ്മൾ പറയുന്നില്ല, ചെറിയൊരു ബുക്ക്. പഠിച്ച ആളുകൾക്ക്, പ്രൊഫഷണലി പഠിച്ച ആളുകൾക്ക് അറിയാലോ അത് ഏത് രീതിയിലാണ് നമ്മൾ ഗ്രാഫ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അറിയാം. പേപ്പർ ബാലൻസിങ് ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണുള്ളത്. അറിയാത്ത ആളുകൾക്ക് നോ പ്രോബ്ലം. അറിയുന്ന ആളുകൾക്കാണ് ഞാൻ ഈ പറയുന്നതും അറിയാത്ത ആളുകൾ കൊണ്ടുള്ള ടിപ്പും കൂടിയാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പം അറിയുന്ന ആളുകൾക്ക് നിങ്ങൾ കൃത്യമായിട്ട് രീതിയിൽ നമ്മൾ ഔട്ട്ലൈനെ കിട്ട പോലെ തന്നെ ചെയ്തതിന് ശേഷം ഒരു വർക്ക്, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഔട്ട്ലൈൻ ഇടാനോ അതിൻ്റെ പ്രൊഫഷണൽ കാര്യങ്ങൾ കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെൻട്രൽ ബാലൻസ് ചെയ്തിട്ട് ഒരു വർക്ക് ചെയ്യൂ. ഡേറ്റ് ഇട്ട് ചെയ്യൂ. എന്നാണ് ഡേറ്റ്, എന്നാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്, ആ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഡേറ്റ് ഇടുക. സ്വാഭാവികമായിട്ടും ആ അന്നത്തെ വർക്ക് നിങ്ങൾ മാറ്റി വെച്ചോളൂ. പലപ്പോഴും തോന്നുന്ന ഒരു ക്വസ്റ്റ്യനാണ്, തിരിച്ചു ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ് ഞാൻ പറയുന്നത്. ഞങ്ങൾ എന്നാ വർക്കാണ് ചെയ്യേണ്ടതെന്നല്ലേ, എന്ത് വർക്കാണ് ഞങ്ങൾ ചെയ്യുക എന്നുള്ളത്. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. ഈ വരയ്ക്കാൻ അറിയാത്ത എന്ന് വെച്ചാൽ പ്രൊഫഷണലി പഠിക്കാത്ത ആളുകൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വർക്ക് ചെയ്യാം. പക്ഷെ ചെയ്യുന്ന സമയത്ത് ഒരു കമ്പോസ് വേണം. ജസ്റ്റ് നിങ്ങൾ അതിനകത്ത് ജോലി സമയത്തിനിടയിൽ നിങ്ങളുടെ ബാഗിനകത്തോ, ലേഡീസിനാണെങ്കിൽ നിങ്ങളുടെ ബാഗിനകത്ത് ചെറിയൊരു ബുക്ക് വാങ്ങാൻ കിട്ടുമല്ലോ നമുക്ക്. അതൊരെണ്ണം വാങ്ങി വെക്കൊരു പേനയാണ്, പെൻസിൽ എന്തെങ്കിലും കയ്യിൽ കരുതുക. ഈ പെൻസിൽ ഒരു പേന കയ്യിൽ കരുതുക. അതിനുശേഷം ഏത് ദിവസമാണ് നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ ആ ദിവസം ചെയ്യുന്ന വർക്കിൻ്റെ ഡേറ്റ് എന്നിട്ടിട്ട് നിങ്ങളൊന്ന് വർക്ക് ചെയ്തൊക്കെ ടൈമിങ് കൂടെ ഒന്ന് സെറ്റ് ചെയ്തോളൂ. ഇത് ഒരു ഭാവിയിലേക്ക് നിങ്ങൾക്ക് ഒരു ജഡ്ജ്മെൻ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഗുണം ചെയ്യും. ആ രീതിയിലൊന്ന് ഫോളോ ചെയ്തൊക്കെ ഒരു ദിവസം ഒരു വർക്ക് എന്നുള്ളൊരു ടോപ്പിക്കുമായിട്ട് മുന്നോട്ട് പോവുക. കലാകാരന്മാർക്കും കലയിലേക്ക് വരുന്ന കുട്ടികൾക്കും വരയ്ക്കാൻ അറിയുന്നവർക്കും അറിയാത്തവർക്കും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന നല്ലൊരു ടോപ്പിക്കാണത്. ഒരു ദിവസം ഒരു വർക്ക്. എന്ത് വർക്ക് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിമ്പിൾ വർക്ക് ചെയ്യാം, ടോപ്പിക് വർക്ക് ചെയ്യാം, അടിപൊളി വർക്ക് ചെയ്യാം, അതൊക്കെ നിങ്ങൾ ഇഷ്ടമാണ്.
അങ്ങനെ വരുമ്പോൾ നിങ്ങളെ ജോലി ഭാരത്തിനിടയിൽ നിങ്ങൾക്ക് അല്പം ആശ്വാസം കണ്ടെത്താൻ കഴിയും. പലപ്പോഴും പല തിരക്കുണ്ടായിരിക്കും, എല്ലാവർക്കും പല വ്യത്യസ്തമായ തിരക്കുള്ള ആളുകളായിരിക്കാം. അവർക്കൊക്കെ ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. കൂടുതൽ ഗ്രൗണ്ട് സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ബൈ. അപ്പോൾ അടുത്തൊരു വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.